ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെറുപയർ വട ഉണ്ടാക്കിയാലോ. ഇന്ന് നമ്മൾ പരിപ്പൊക്കെ അല്ലേ ചെറുപയർ വെച്ചിട്ടുണ്ടാക്കുന്നത്. ഇന്നൊരു ചേഞ്ചിന് വട ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തൊലിയില്ലാത്ത ചെറുപയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് 4 മണിക്കൂർ വരെ കുതിരാൻ വെക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂർ കുതിരാൻ വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ചെറുപയർ 4 മണിക്കൂറിന് ശേഷം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഇതിന് കൂടെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് കുറച്ചുണ്ട്. ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും, ഇത്രയും സാധനമാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചെറുപയർ മാറ്റാം. വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ഇതിലോട്ട് തന്നെ ഉപ്പും 2 തുള്ളി ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് വേണം ഞാൻ അരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം നന്നായിട്ട് ചെറുപയറിൽ പിടിച്ചു വരും. അപ്പോൾ അതിനുവേണ്ടി അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പും ബേക്കിംഗ് സോഡയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുത്തു. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം അവോയ്ഡ് ചെയ്യുക. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നോർത്ത് ഇന്ത്യക്കാരുടെ മൂംഗ് ദാൽ ബജി എന്നാണ് പറയുന്നത് ഇതിന് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഭയങ്കര സോഫ്റ്റായിട്ട് മെയ്തുവട എന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്നുവടയില്ലേ, ഉഴുന്നുവടയുടെ കൂട്ട് അത്രയും സോഫ്റ്റ് അല്ല. പിന്നെ ഡാൽവട എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് വടയുടെ അത്രയും കട്ടിയുമല്ല. അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു മിക്സ് ഇതായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ സോഫ്റ്റ്നെസ് നമ്മുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം കുറച്ച് സോഫ്റ്റായിട്ടുമാണ് വരുന്നത്. ബേക്കിംഗ് സോഡ നമ്മൾ മസ്റ്റായിട്ട് ചേർക്കണം, ഇല്ലെങ്കിൽ ആ ഒരു കുറച്ച് കട്ടിയായിട്ട് ഇരിക്കും. അപ്പം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അതൊരു സോഫ്റ്റ്നെസ് ആയിട്ട് വരുവേ. അതിനാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് എണ്ണയിലോട്ട് സ്പൂണിൽ കോരി തന്നെ ഇടുക കേട്ടോ. അപ്പോൾ കുറച്ചൊരു ലൂസി ടൈപ്പാണ് മാവ്, അതുകൊണ്ടാണ് നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ കോരിയിടുന്നത്. അപ്പം ആദ്യം നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇതിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല കേട്ടോ. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തി സ്നാക്സ് അല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് നല്ല ഈ മല്ലിയില ചട്നിയുടെ കൂടെ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണ് നല്ലത് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.